പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ, ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് കർത്താവേ. അങ്ങേ ആ കൃപയിൽ അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗമോ അതിനുള്ള പോംവഴിയോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ അങ്ങയുടെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും
അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വലതയും നൽകി അവർക്ക് വഴിമുട്ടി മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന. ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത് അയക്കുന്നതാണ് ചെയ്ത കർത്താവിൻ്റെ ദൂത് നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ഇന്നും നിന്നെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരെ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട്. കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ ഇപ്പോൾ ഓണത്തിന് തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായിപ്പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചിലയിടത്തൊക്കെ. ഒക്കെ കണ്ട് കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. നാളെ മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളമൊക്കെ ചെയ്യുക. അത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. ഇവരെ 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാലാകാലങ്ങളായിട്ട് അവർ സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അതാണ് കുളിച്ച പന്നി ചെളിയിൽ കിടന്നുരുളെന്ന് പറഞ്ഞത്. 2:22 എടുത്തേ. നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഉദാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചേട്ടത്തി അനിയത്തിയും ഒക്കെ ആ രീതിയിലായി പോകും. കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേമത്വമല്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ അതാണ് വചനം പറയണത്. അതിൻ്റെ അകത്തും ചില ആൾക്കാർ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്ത് ചെയ്യണം? ഇത് കണ്ട് വീണു പോകരുതെന്ന്. 1 Corinthians 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പം വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണത്. സമൂഹം മൊത്തം നോക്കുമ്പോൾ തെന്നുന്ന സ്ഥലത്താണ് നിൽക്കണത്. ഇപ്പം സങ്കീർത്തനം 73:18 അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. വീണത് നിങ്ങൾ ഓർക്കണം, അവിടെ കേമത്തം കൊണ്ട് വീണതല്ല, ദൈവം തള്ളിയിട്ടതാണെന്ന്. പിടിയാ ഓരോ അണ്ണന്മാർ വീണുന്നില്ലേ? വീണിന് മോന്തയും മുന്നിയൊക്കെ പോണില്ലേ? ഇല്ലേ? പല അബോർഷൻസും പല പ്രീമാരിറ്റൽ സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വമാണെന്ന് വിചാരിക്കണം. കേമത്വമല്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന്. എന്താ കാര്യം? പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്നാണ് നമ്മളെ. അപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായത് കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? അങ്ങനെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരികെ എടുക്കരുത്. അപ്പോൾ ഈ 2 കാര്യം ദൈവം ചെയ്യണ കാര്യങ്ങളാണ്. ഒന്ന്, പുകഞ്ഞ കൊള്ളി പുറത്ത് തള്ളിയവണ്ണം തള്ളിക്കളയും. രണ്ടാമത്തെ എന്താണ്? കൊടുത്ത ആത്മാവിനെ തിരിച്ചെടുക്കും. കൊടുത്താണ് അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. ഇത് രണ്ടും ദാവീദിനെ അറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് കണ്ണീരോടെ പറയുന്നത്, എൻ്റെ അബദ്ധം പറ്റിപ്പോയി, എന്നെ തള്ളിക്കളയരുതെന്ന്. ഇതൊന്നും കേമത്വമല്ല, അബദ്ധമാണെന്ന്. കേമത്വമല്ല, അബദ്ധമാണെന്നാണ് പറയണത്. ഉറിയാനെ കൊന്നത് കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി. ബർശിബയെ പ്രാപിച്ച കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരോടെ പറഞ്ഞിട്ട് പറയും, എന്നെ തള്ളിക്കളയരുത് എന്ന് പറയും. അതാണ് അനുതാപം എന്ന് പറയണത്. അനുതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും. അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം
നീയും കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. അപ്പം എന്താ പറഞ്ഞത്? കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പം കുടുംബം ചേർത്താ പറയണതേ. ഇപ്പം ശാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത്. കുടുംബം രക്ഷ പ്രാപിക്കുകയും തന്നെയും ശാപവും അതുപോലെ വരുമല്ല. ഒരുത്തൻ കയറി എന്തെങ്കിലും ദൈവത്തിന് ഇറക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിലോ, അവൻ ജോലിക്കാരനായതുകൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ടും വീട്ടിൽ ചിലവ് നടത്തുന്ന കാരണം അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യും, അവൻ കാണുന്ന തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പം പലയിടത്തും തിന്മകൾ സംഭവിക്കണം അങ്ങനെയല്ലേ. ഒരുത്തരം കയറി അവിടുത്തെ വേലക്കാരന് വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പോക്കൃത്തരം കാണിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവന് ചിലവ് കൊടുക്കത്തില്ല വീട്ടിലെ. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങളും അതിൻ്റെ കൂടെ വഴി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാവും. അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്തഛിദ്രം ഉണ്ടാകേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട്. ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കാലാകാലങ്ങളുടെ അധർമ്മം മാത്രം പെരുകി രോഗാതുരമായിട്ടുള്ള ഗുണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കണത്. ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിൽ? ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഉണർവോടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഈ പനി ബാധിക്കും. അപ്പോൾ അത് നിസ്സാരമല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭചിത്രത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല, പാസ്റ്റർമാർ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ തിന്മയുടെ ഒത്തുതീർപ്പെടുകയും അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും. അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിൽക്കട്ടെന്ന് ദൈവം കരുതണത്. യൂറോപ്പിലൊക്കെ പല പള്ളികളും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം. അതുകൊണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടാണ്. കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ് ഒത്തുതീർപ്പിന് വിധേയമാണ്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഇതിനൊന്നും ഒത്തുതീർപ്പില്ലാത്തതാണ്. അവസാനം ഏലിയായോട് ചോദിക്കണില്ലേ, നീ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ദൈവം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന്. നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൻ ഞാൻ ചുരുക്കുകയാണ്. ഒരാളായാലും മതി, അതിനൊരാളായാലും മതി. നിൻ്റെ വീട്ടിൽ തീഷ്ണതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം. നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് സാലിക്കുട്ടി സിറിലോബോ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ്. ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 5-ാം തീയതി 2020 ഞാനിപ്പോൾ 16 പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് ലഭിച്ചത് ഒരു രോഗസൗഖ്യമായിരുന്നു. ഞാൻ ഈ 16 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്കും കൂടപ്പറപ്പുകൾക്കും ഒക്കെ ആയിട്ടാണ് നിയോഗങ്ങൾ വെച്ചിരുന്നത്. ഒരു ദിവസം ഒരു രോഗിയെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റാതെ വന്നു, വലത് കാല്. ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഒത്തിരി എനിക്കറിയാവുന്ന പോലെ എല്ലാം ചെയ്തു. പക്ഷേ 3-4 ദിവസമായപ്പോഴേക്കും ഞാൻ കിടപ്പിലായി. ഇനി എടുത്തുകൊണ്ട് വേണം ടോയ്ലറ്റിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്കായി. അപ്പോൾ ഞാൻ വീണ്ടും എന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും ഞാൻ ഒരിക്കൽ പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. രാവിലെ ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് ഞൊണ്ടി ഒരു തരത്തിൽ ഒക്കി വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എങ്ങനെ ചെല്ലും, എനിക്കൊട്ടും വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറന്നു. ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴമ്മ അമ്മ എനിക്ക് വൈദ്യനും രോഗശാന്തിയും എന്നൊരു ഭാഗം തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല, ഞാൻ വൈദ്യൻ്റെ അടുത്തേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കട്ടപ്പനയിലുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് തൈലം എടുത്ത് മാതാവിൻ്റെ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കട്ടപ്പനയിലേക്ക് പോയി. അവിടെ ചെന്ന് വൈദ്യൻ കണ്ട ഉടനെ പറഞ്ഞു, ഇത് ലിഗമെൻറ്റ് വലിഞ്ഞ് പൊട്ടിയതാണ്, ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നീര് പറ്റിയ ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വളരെ വിഷമത്തോട് പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്തു. പെട്ടെന്ന് തന്നെ ഈ വൈദ്യൻ എന്നെ ഒരു മേശയിലേക്ക് പെട്ടെന്ന് കയറ്റി ഇരുത്തിയിട്ട്
ആ ലിഗമെൻറ്റ് പെട്ടെന്ന് വലിച്ചിട്ടു. അന്ന് തന്നെ അവിടെ ഞാൻ ആ മുറിയിലൂടെ എന്നെ 5 പ്രാവശ്യം നടത്തി. പിറ്റേ ദിവസം എനിക്ക് സൗഖ്യമായി. ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ വൈദ്യം പറഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ നടന്നാണ് ചെന്നത്. അപ്പോൾ വൈദ്യന് ഭയങ്കര അതിശയമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് എക്സ്റേ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ നട്ടലിന് തേയ്മാനമായിരുന്നു. അങ്ങനെ 15 ദിവസം അവിടെ കിടത്തി തിരുമി എനിക്ക് സൗഖ്യം തന്നു. അമ്മ തന്ന സൗഖ്യമാണ്. കാരണം 1 വർഷമായിട്ട് ഇപ്പം ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നു. എല്ലാ ജോലികളും ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സവുമില്ല. രണ്ടാമതായിട്ട് എനിക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോൾ പറഞ്ഞാലും വീട്ടിൽ തടസ്സങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ നിയോഗം വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഭവനം പണിത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ ഒരു കോൺട്രാക്ടറെ കാണുകയും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു 5 മാസം കൊണ്ട് മനോഹരമായൊരു ഭവനം പണിയാൻ സാധിക്കുകയും ചെയ്തു. ആ ഭവനം പണിത് അമ്മയുടെ ഒരു വലിയ രൂപം വാങ്ങിച്ചു കൊണ്ടുപോയി വെഞ്ചരിച്ച് അവിടെ വെച്ച് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പോയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അമ്മ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭവനമാണല്ലോ ഇവിടെ പണിതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. പക്ഷേ ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ എനിക്കൊരു മഴവില്ല് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, കാരണം ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി. അതുപോലെ എനിക്ക് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഇവിടെ 2-3 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കൊച്ചുമോനാണ്. ഇവൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയതാണ്, സഹോദരങ്ങളില്ല. അപ്പോൾ ഇവന് MSW കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ ഒരു 3 വർഷം വീട്ടിൽ നിന്നു. അപ്പോൾ ഇവൻ്റെ ജോലി കിട്ടാതെ വന്നതിൽ വളരെ വിഷമിച്ച് ആ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു, മാതാവ് ഇവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണം. കാരണം ഏജൻറ്റിനെ കാണാനോ ലക്ഷങ്ങൾ കൊടുക്കാനോ ഒന്നും സാമ്പത്തികമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഓൺലൈനിലൂടെ തന്നെ അപേക്ഷിച്ച് പരിശുദ്ധ അവനെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അതുപോലെ തന്നെ 2 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു. മുഴുവൻ സമയവും നടന്ന് അർത്തുങ്കൽ വരെ ഇവൻ നടന്ന് വന്ന് റാലിയിൽ മുഴുവനായിട്ട് പങ്കെടുത്തു. അങ്ങനെ ആ ഇടയ്ക്ക് തന്നെ ഒരു ഓൺലൈനിൽ അപേക്ഷിച്ച് അവനിപ്പോൾ ലണ്ടനിൽ NHSൽ സോഷ്യൽ വർക്കറായിട്ട് ജോലി കിട്ടുന്നു. അങ്ങനെ 1.5 വർഷമാകുന്നതിന് മുമ്പ് തന്നെ അവന് ലീവ് കിട്ടി വന്നു കഴിഞ്ഞപ്പം പിന്നെ അവൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ നിയോഗം വെച്ചു, അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ അവനൊരു ചേർന്നൊരു തുണയെ കൊടുക്കണം, ഒരു ഇണയെ കൊടുക്കണം. അങ്ങനെ ആ നിയോഗത്തിൻ്റെ ഫലമായിട്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിവാഹാലോചന വന്നു. അങ്ങനെ ഈ സെപ്റ്റംബറിൽ അവന് ലീവ് കിട്ടി. 1 മാസത്തെ ലീവ് കിട്ടിയിട്ടാണ് അവൻ വന്ന്. കല്യാണം ഈ സെപ്റ്റംബർ 15-നായിരുന്നു. അങ്ങനെ ഈ നവദമ്പതികളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തി കാണിക്കുകയാണ്. അങ്ങനെ ആ ആഗ്രഹവും അമ്മ സാധിച്ചു തന്നു. ഉടമ്പടിയിലൂടെ എനിക്ക് ഉടനടി പരിഹാരം, ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതിനെനിക്കെല്ലാം പരിഹാരം തന്നിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ പറയണമെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ 4ാമതായിട്ട് ഇവൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇനി അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ പറയാം. ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളിയിലും അതുപോലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും പറഞ്ഞിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത്. അത് ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ 3 പേരെ, ഞങ്ങൾ വണ്ടിയിലാണ് വരുന്നതാണ്, 3 പേരെ ആരെങ്കിലും ആഗ്രഹിക്കുക, എനിക്ക് കൃപാസന മാതാവിനെ കാണണം അല്ലെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം പറയുന്ന എല്ലാവരെയും തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് തേനും ഉപ്പും അതുപോലെ തൈലവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. കാശ് രൂപം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ ഒത്തിരി സാമ്പത്തിക സഹായം നൽകാറുണ്ട്. അതുപോലെ ആകാശപ്പറവകൾക്ക് പിന്നെ അരിയും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത അമ്മ എന്നെ ഇത്രയും നാൾ പോറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കും. എൻ്റെ കർത്താവായ ഈശോ മിശിഹായ്ക്കും അവിടുത്തെ പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി. 2022 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് വരെ, ആ ദിവസം വരെയും ഞാൻ കൃപാസനത്തിനെതിരായിരുന്നു എന്നുള്ളൊരു സത്യം കൂടെ വളരെ ഖേദപൂർവ്വം പറയുന്നു. കാരണം ഞാനൊരു എക്സാമിനേറിയനാണ്. സെമിനാരിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ഫിലോസഫിയൊക്കെ പഠിച്ച് നിന്ന സമയമാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞും വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പക്ഷേ കൃപാസനത്തോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. സാലി ആൻറ്റിയും എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ട് അവരെ എതിർത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. ഇപ്പം എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പലതും നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് മദർ ചോദിച്ചു, എങ്കിൽ ഇവർ 2 പേരും ചോദിച്ചു, എങ്കിൽ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ. അപ്പോൾ എല്ലാം പോയി, ഇനി നാണം കെടാനൊന്നുമില്ല, എങ്കിൽ അങ്ങനെയും കൂടെ നാണം കെട്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ സത്യസന്ധമായി പറയുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ലിനിക്കൽ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കൊച്ചച്ഛൻ എന്നോട് മരുന്ന് കഴിക്കുന്നത് നിർത്തി നോക്കാൻ പറഞ്ഞു. നിർത്തി. അനുസരണത്തിൻ്റെ പേരിൽ 1.5 മാസം എൻ്റെ അസുഖം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. പ്രശ്നങ്ങളെല്ലാം ഇരട്ടിയായി.
കൃത്യമായി ഞാൻ ഓർക്കുന്ന ഒരു ദിവസമുണ്ട്. 2022 ജൂൺ 1 തീയതി കിടന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ 2 തീയതി എഴുന്നേറ്റപ്പം ആകെ മൊത്തം മാറി. എന്ന് പറഞ്ഞാൽ തലേ ദിവസം കിടന്ന പഴയ മനുഷ്യനായല്ല ഞാൻ എഴുന്നേറ്റത്. പിറ്റേ ദിവസം മുതൽ ഭയങ്കര മാറ്റമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കാനില്ലായിരുന്നു UK അപ്ലൈ ചെയ്യാനൊക്കെ. എനിക്ക് കിട്ടിയ പ്രത്യേക അനുഗ്രഹങ്ങൾ, ഞാൻ പറയുന്നത് UK പോയതോ കല്യാണം കഴിച്ചു അതൊക്കെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷെ പ്രധാനമായ അനുഗ്രഹം മാതാവിനെ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം UK പോകാനുള്ള വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നറിയില്ല, ഏജൻസി കൊടുക്കാൻ പൈസ ഇല്ല. പള്ളിയിലിരുന്നപ്പം ഓരോ പിക്ചറുകൾ എൻ്റെ മനസ്സിൽ വന്നു, ഓരോ വാക്കുകൾ വന്നു. അത് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് പള്ളിയിലിരുന്ന് ആണ് ഞാൻ പലപ്പോഴും ലാപ്ടോപ്പ് കൊണ്ട് ഓരോന്ന് ചെയ്തത്. അവിടെ മാതാവ് നേരിട്ട് പറഞ്ഞു തന്ന കാര്യം ചെയ്തതാണ്. എനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല, ഇങ്ങോട്ട് പൈസ കിട്ടിയാണ് ഞാൻ UK ജോലിക്ക് പോയത്. 2 ലക്ഷം രൂപയാണ് വിസയ്ക്ക്, പക്ഷേ എനിക്ക് 3.5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടിയാണ് ഞാൻ വിസ UK പോയത്. അതുപോലെ തന്നെ എനിക്കൊരിക്കലും കല്യാണം നടക്കില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാരണം അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് എനിക്ക്, പ്രത്യേകതരം വ്യക്തിത്വം. പക്ഷേ എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരാളെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിനോട് ഒരുപാട് അടുപ്പമുള്ള ഒരു പ്രിയപ്പെട്ടവളെ എനിക്ക് കിട്ടി. അതിനും മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനൊക്കെ പ്രത്യേകമായി നന്ദി പറയേണ്ടത് എൻ്റെ ഗ്രാൻഡ് പാരൻസ്, അമ്മയുടെ അപ്പനും ഉണ്ട് ഇവിടെ, പിന്നെ ശാലേൻ്റെയും. ഇതെൻ്റെ ജ്ഞാനമാതാവാണ്, ജ്ഞാനപിതാവ് ഇവിടെയുണ്ട്. ഇവരോട് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകമായി പ്രാർത്ഥിച്ചാൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേറൊരു സന്തോഷ വാർത്ത, ഇന്നലെ കിട്ടിയ സന്തോഷ വാർത്തയാണ്. ഇന്ന് നിയോഗമായി ഞാൻ വെച്ചത്, കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 15-ാം തീയതി കല്യാണം കഴിഞ്ഞു. മിനിമം 15 ദിവസമെങ്കിലും എടുക്കും വിസ കിട്ടാനായിട്ട്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവളുടെ വിസയും അപ്രൂവ്ഡായി. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇവിടെ വെച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെ കൂടി വന്നിട്ട് എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. റൂമിൻ്റെ പുറത്തിറങ്ങില്ല, ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ ഇത്രയും പേരുടെ മുമ്പ് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കൃപാസനം പത്രം കൊടുക്കുന്നത് ഭയങ്കര നാണക്കേടായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിനെതിരായിട്ട് ഭയങ്കരമായി ഘോരം കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതേ ഞാൻ ഇതുമായിട്ട് പോകുന്ന കാണുമ്പോൾ നാണക്കേട് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പ്രത്യേക ചില അത്ഭുതങ്ങൾ, അതെനിക്ക് പറയാൻ സമയമുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ പ്രത്യേക അത്ഭുതങ്ങൾ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ നടത്തി. കാരണം ഒരു പ്രാവശ്യം ഞാൻ ചൈൽഡ് ലൈൻ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റുമായിട്ട് ലെറ്ററുമായിട്ട് ഒരു പ്രത്യേക റിസോർട്ടിൽ പോയി. അവിടെ അവരെന്നെ ഇറക്കി വിട്ടു. അതേ റിസോർട്ടിൽ ഈ പത്രമായിട്ട് ചുമ്മാ ഞാൻ ചെന്നു. അവരെന്നെ ഒരു വലിയ VIP പോലെ സ്വീകരിച്ചു. അത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഇവിടെ പത്രം കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ബസ്സിൽ ഞാനിത് കൊടുത്തു തീർക്കും. ഈ പറയുന്ന പോലെ കടകളിൽ കയറി കൊടുത്തു തീർക്കും. പിന്നെ ഇവിടെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ചിലർ പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഇട്ടിട്ട് പോകും. അതെടുത്ത് പിന്നെയും ഞാനിങ്ങനെ ബസ് കയറി പല സ്ഥലത്തും പോയി. കുമളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരെ പത്രമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഈ പറഞ്ഞ പോലെ പൈസ ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു റീഹാബ് സെൻറ്ററിൽ പോയി നഖം വെട്ടി കൊടുത്തു. ചില സമയത്ത് പൈസ വാങ്ങിക്കാതെയും തിരിച്ചൊന്നും കിട്ടാതെയും ചില സേവനങ്ങൾ ചെയ്തു കൊടുത്തും ആ ചാരിറ്റി അന്ന് ചെയ്തു. UK പോയി കഴിഞ്ഞപ്പോഴും ഒരുപാട് ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ചിലവ് വന്നപ്പോഴും ചാരിറ്റി ചെയ്യാൻ അവിടെ ഇച്ചിരി സാഹചര്യം കുറവായപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സോഷ്യൽ വർക്കിലാണ്, കുറേ പേർക്ക് സേവനം ചെയ്യുന്നുണ്ട്. എനിക്ക് എക്സ്ട്രാ അവർ ചെയ്യുമ്പം ആ എക്സ്ട്രാ അവറിനും അവിടെ പൈസ ചോദിക്കാം, പിന്നെ ട്രാവൽ എക്സ്പെൻസും ചോദിക്കാം. ചാരിറ്റിക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ ജോലി അത്രയും പൈസ ചാരിറ്റി ആയിട്ട് പോകും. അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ജീവിതശൈലിയായി മാറി. ഇതിപ്പോൾ എൻ്റെ 7ാമത്തെ പുതുക്കലാണ്. ഹോസിയ 2:19-20 തിരുവചനങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. സാലിക്കുട്ടി എന്ന ഈ സഹോദരിയും ഡാനി എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാലിക്കുട്ടി എന്ന ഈ അമ്മ 16 തവണ ഉടമ്പടി പുതുക്കിയതാണ്. ഉടമ്പടിയിൽ ഇരുത്തം വന്നതാണ്. ആ ഉടമ്പടിയുടെ ആത്മീയത മനസ്സിലാക്കി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചു. അത് പ്രത്യേകമായിട്ട് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുന്നത്, സാന്നിധ്യം അനുഭവിക്കുന്നത്, അതിലൂടെ രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നത് ഒക്കെ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചു. അത് പെട്ടെന്ന് നടക്കാനാവാത്തൊരവസ്ഥയുണ്ടായപ്പോൾ
വചനത്തിലൂടെ വൈദ്യനും രോഗശാന്തിയും എന്നൊരു വചനം കൊടുത്തുകൊണ്ട് വൈദ്യനിലേക്ക് നയിച്ചത്. അതോടൊപ്പം പെട്ടെന്നത് രോഗശാന്തിയിലേക്ക് നയിച്ചത്, സുഗന്ധാഭിഷേകം ലഭിച്ചത്. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയത്ത് മഴവില്ല് കണ്ട് അമ്മയുടെ സാന്നിധ്യം തടസ്സമുണ്ടാവില്ല, അത് പൂർത്തീകരിക്കപ്പെടുമെന്ന സന്ദേശം ലഭിച്ചത് ഒക്കെ സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമ്മൾ വിശ്വസ്തതയിൽ ജീവിച്ച് മുന്നേറുമ്പോൾ ആ ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന അമ്മ മാതാവിൻ്റെ സിഗ്നേച്ചറാണ് സാന്നിധ്യവും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളും. സാന്നിധ്യം നമുക്കത് മഴവില്ലായി ലഭിക്കാം, അത് അമ്മയുടെ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. നാം ഏതെങ്കിലും ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നതിന് നമുക്ക് ലഭിക്കുന്ന സുനിശ്ചിതമായ ഒരടയാളമായി പലപ്പോഴും മക്കളുടെ സാക്ഷ്യങ്ങളിൽ മഴവില്ല് മാറാറുണ്ട്. മറ്റൊരു അടയാളം സന്ദേശങ്ങളാണ്. അത് ചിലപ്പോൾ വ്യക്തികളുടെ ഇടപെടലുകളാകാം, ആരെങ്കിലും സംസാരിക്കുന്നതാവാം, ചിലപ്പോൾ നമുക്ക് വചനത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമാവാം, ചിലപ്പോൾ നാം ഉറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വപ്നത്തിലെ സന്ദേശങ്ങളാവാം. അത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശങ്ങളുടെ പ്രത്യേകത അത് തോന്നലായിരിക്കില്ല, അത് ഉടമ്പടിയുടെ നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അമ്മ രോഗത്തിൻ്റെ വിഷയമാണ് അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിനെന്താണ് ഒരു വഴി, എഴുന്നേൽക്കുന്നത് എങ്ങനെ, ഇനി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, ഇതാണ് അമ്മയോട് ചോദിക്കുന്ന വിഷയം. അതിനോട് ചേർന്നതാണ് അമ്മയ്ക്ക് ലഭിക്കുന്ന സന്ദേശം. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും സന്ദേശം നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആ വീടിൻ്റെ നിർമ്മാണം ഈ പെരുമഴയത്ത് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുമോ, എന്തായിത്തീരും, അതിന് അമ്മയ്ക്ക് കൊടുത്തതാണ് മഴവില്ല്. അത് പൂർത്തീകരിക്കും, ആ നിയോഗം ഫലമണിയുമെന്ന് അമ്മയ്ക്ക് കൈമാറുന്നതാണ് ആ സന്ദേശം. അതുകൊണ്ട് ഉടമ്പടിയിൽ ഇത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ആർക്ക് ലഭിക്കും ഇത്? ഉടമ്പടിയിലെ ഈ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ, സന്ദേശത്തിൻ്റെ അനുഭവങ്ങൾ. അമ്മ പറയുന്നുണ്ട്, ഇവിടെ വരുമ്പോഴൊക്കെ പലപ്പോഴും തനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കും. എന്താണ് അതിനൊരു അടിസ്ഥാനം? സഹോദരി അത് പറഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ഓരോ തവണ പുതുക്കുമ്പോഴും ചെയ്യാറില്ല. മറ്റുള്ളവരുടെ ജീവിതങ്ങളെയാണ് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ്. എപ്പോൾ ഉടമ്പടി എടുത്താലും എപ്പോൾ ഉടമ്പടി പുതുക്കിയാലും നമ്മളെക്കുറിച്ച് മാത്രമേ നമുക്ക് വിചാരമുള്ളൂവെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങിയ മനുഷ്യരാണ്, കണ്ണു തുറക്കാത്ത മനുഷ്യരാണ്, മറ്റുള്ളവരുടെ ജീവിതത്തെ കാണാത്ത മനുഷ്യരാണ്. എത്ര കണ്ട് ക്ലേശത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ജീവിത പ്രതിസന്ധിയിലൂടെ മറ്റുള്ളവർ കടന്നുപോയാലും നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും ദൈവവചനം മാംസം ധരിക്കുന്നില്ല. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവവചനം മാംസം ധരിക്കുന്ന പ്രക്രിയയാവണം, മറ്റുള്ളവരിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാവണം. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു പക്വതയുണ്ടാവും. ആ ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിതം എപ്പോഴും സമ്പന്നമായിക്കൊണ്ടിരിക്കും. അതിനെയാണ് സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരുന്നത്. മകൻ വളരെ ബ്ലണ്ടായി, പ്ലെയിനായി അവൻ്റെ ജീവിതവും കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവെച്ചു. അവൻ എങ്ങനെ സെമിനാരിയിൽ പഠിച്ച മകനാണ്, അതുകൊണ്ട് അത്യാവശ്യം ദൈവവിചാരം മകൻ അറിയാം, അതോടൊപ്പം യുക്തിചിന്ത മകനുണ്ട്, കാര്യങ്ങളെ പലതും കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന മകനാണ്. മകൻ പറഞ്ഞു, ഞാൻ തിരികെ പോരുമ്പോൾ എൻ്റെ ജീവിതം പലതരത്തിൽ കുറവുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് മാറിയപ്പോൾ എനിക്ക് എല്ലാത്തിനോടും എതിർക്കുവാനുള്ളൊരു മനസ്സായിരുന്നു. അതുകൊണ്ട് കൃപാസനത്തെ നന്നായി ട്രോളുക എൻ്റെ രീതിയായിരുന്നു, എതിരെ പറയുക എൻ്റെ സ്വഭാവമായിരുന്നു. പക്ഷെ ഒരിക്കൽ അമ്മ മാതാവിനെ അടുത്തറിഞ്ഞതിന് ശേഷം മകന് വരുന്ന ബോധ്യങ്ങളും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും മകൻ സുന്ദരമായി തന്നെ അവൻ്റെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്ന്, എനിക്ക് എൻ്റെ ജീവിതത്തിന് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ അമ്മ സഹായിച്ചു. എൻ്റെ രോഗക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകി എൻ്റെ അമ്മ കൈപിടിച്ച് നടത്തി. ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് എനിക്കെല്ലാവരുമുണ്ട് എന്നൊരു തോന്നലും ബോധ്യവും മകന് കൈമാറിക്കൊടുത്തു. വിദേശത്ത് പോകുവാൻ ഏറെ പൈസ വേണ്ടെടുത്ത് ഇങ്ങോട്ട് പൈസ കിട്ടി. അമ്മ മാതാവ് വഴികൾ ഒരുക്കി കൊടുത്ത് മകൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ അനുയോജ്യമായ പങ്കാളിയെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് മകനെ കൂടുതൽ അനുഗ്രഹിച്ചു. വീണ്ടും മകൻ ഇവിടെ വെളിപ്പെടുത്തി, പങ്കാളിയെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് എങ്ങനെ പോകും എന്നൊരു ആദിയും ആകുലതയും ഉള്ളിലുള്ളപ്പോൾ, ഇന്നലെ പോകുവാനിന് ചുരുക്കം ദിവസം മാത്രമുള്ളപ്പോൾ എൻ്റെ പങ്കാളിക്കുള്ള വിസ ചുരുക്കം ദിവസത്തിനുള്ളിൽ അമ്മ മാതാവ് ഇന്നലെ എനിക്ക് അനുവദിച്ച് എൻ്റെ കരങ്ങളിൽ എത്തിച്ചു തന്നു. അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര ഉടമ്പടി ജീവിതത്തിൽ മകൻ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് അപൂർവമല്ല, ഇത് സാധാരണമാണ്.
ഇത് സാധാരണമാണ്. ഉടമ്പടി 7 തവണ മകൻ ഉടമ്പടി പുതുക്കി എന്ന് പറയുമ്പോൾ എത്ര കണ്ടവൻ അമ്മ മാതാവിൽ ആശ്രയിക്കുകയും അമ്മ മാതാവിൻ്റെ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ഒരിക്കൽ കൃപാസനം പത്രത്തെ വല്ലാതെ ദ്വേഷിച്ചിരുന്നവൻ എത്ര ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തെ ഏറ്റെടുത്ത് ചെയ്യുവാൻ തീഷ്ണത കാണിച്ചുവെന്ന് വാക്കുകളിലൂടെ തന്നെ അവൻ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്കെല്ലാവർക്കും സാധ്യമാണ്. നമ്മൾ എത്ര കണ്ട് അമ്മയെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു, അത് ദൈവാനുഭവത്തിനും വലിയ കാര്യങ്ങൾ ചുരുക്ക സമയത്തിൽ നേടിയെടുക്കുന്നതിനും അമ്മ നമ്മളെ സഹായിക്കുന്നത് കാണുവാനാവും. ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും, അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമായി തീരും, ക്ലേശങ്ങൾ മാറിപ്പോകും, ജീവിതം ശുഭകരമാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവിക ബോധ്യങ്ങൾക്കും എല്ലാ ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം